രാഷ്ട്രീയം ഭരിക്കേണ്ടത് നിലനിൽക്കുന്ന ജനതയല്ലേ? ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ എല്ലാം പിന്തുണയ്ക്കാനാണെങ്കിൽ സതി ആദ്യമായി 1828 വില്യം ബെന്റിക്ക് കൽക്കട്ടയെ നിരോധിച്ചപ്പോൾ 10,000 സ്ത്രീകളാണ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയത്. സ്ത്രീകളുടെ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ ശൈശവ വിവാഹം കൺസെന്റ് ബില്ല് 1891 കൺസെന്റ് ബില്ല് ഹിന്ദു സ്ത്രീകളുടെ വിവാഹപ്രായം 10 നിന്ന് 12 ഉയർത്തി ഇവിടെ ബില്ല് പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്തത് ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ മതത്തിൽ ഇടപെടരുത്, ഭൂരിപക്ഷം അതിനെതിരായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ ഹിതത്തിനനുസരിച്ച് നല്ലതോ മോശമോ എന്ന് നോക്കാതെ നിങ്ങൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു ദേശദ്രോഹമാണ് യഥാർത്ഥത്തിൽ. ജനങ്ങളിങ്ങനെ അടിച്ച വഴി എങ്ങനെ പോവാണ്? അവരെല്ലാവരും പോയി കൂട്ട ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യക്ക് പാട്ടുമാട്ടി കൊടുക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മോശം കാര്യം ഒരു ജനത മൊത്തം ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവർക്ക് അതിന് പിന്തുണ കൊടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണോ വേണ്ടത്? ഇതിനെയാണോ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്? ഇതിന് രാഷ്ട്രീയമായിരിക്കാം. ഭൂരിപക്ഷം ഭൂമി പറന്നാണെന്ന് പറയണ പറന്നതാണ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി പാസ്സാക്കി പ്രമേയം പാസ്സാക്കിയിട്ട് അവരുടെ കണ്ണിലുണ്ണിയാവുകയാണോ വേണ്ടത്? ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് സമൂഹത്തിന് നല്ലതാവണമെന്നില്ല. അത് നല്ലതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കൂടി അതിനാണ് പുരോഗമന രാഷ്ട്രീയ കക്ഷി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ സ്റ്റാറ്റസ് കോ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാന്തരം വലതുപക്ഷമാണ്. നിങ്ങൾ അതേ കണക്കിരിക്കട്ടെ. ഇവിടെ ബലി ഉണ്ടെങ്കിൽ ബലി നിലനിൽക്കട്ടെ, നരബലി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, സതി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കൂടോത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾ എല്ലാത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളിങ്ങനെ ഇടപെട്ടും കറക്ഷൻസ് നടത്തിയും ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വരുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് തന്നെയാണ് ഇത്രയും വെളിച്ചം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ചെന്നിട്ട് ഇന്നലെ ഞാനൊരു പടം കണ്ടു. 1980-കളിലും 90-കളിലും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ടെലിവിഷൻ സീരിയലുകളും ഇന്നത്തെ ടെലിവിഷൻ സീരിയലുകളും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. 80-കളിലെ ടെലിവിഷൻ സീരിയലിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 കൈകളും 2 കാലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ടെലിവിഷൻ സീരിയലിലെ ഹീറോയിൻസിനൊക്കെ ഒരുപാട് കൈകളും കാലുകളും, എല്ലാം ദേവതകളും മാന്ത്രികമായിട്ടുള്ള പരിസരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. ഒരു നടി വരുമ്പോൾ ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, എല്ലാം ദേവത. ശക്തി എന്ന് പറഞ്ഞൊരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. 20 വർഷത്തിന് മുമ്പ് നമ്മളുടെ നായികമാർക്ക് 2 കൈകളേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആ 20-25 വർഷം കഴിയുമ്പോൾ നായികമാരുടെ കൈകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പാർവതി, പരമേശ്വരൻ, സീത, ഇവരൊക്കെയാണ് സീരിയലുകളിൽ ഇങ്ങനെ വരും. സത്യമല്ലേ? നമ്മൾ ഈ സാധനം ഈ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ടെലികാസ്റ്റിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ കഥാപാത്രങ്ങളുടെ കൈയും തലയും ഒക്കെ വർദ്ധിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഇതോ ശരിക്കും ഒരു തിരിച്ചുപോക്ക് മാത്രമല്ല, ഒരു അധപ്പതനമാണിത്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണച്ച ഭൂരിപക്ഷത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിർത്തിയിട്ട് വീട്ടിൽ പോടേ. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്നത് വല്ല പണപ്പിരിവോ ബ്ലേഡോ ഒക്കെ ആയിരിക്കും ഇതിനേക്കാൾ നല്ലത്.